നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. എന്നെ മനസ്സിലായി കാണുമല്ലോ. മനസ്സിലായി. മാഡം എന്തിനാ എന്നെ തടഞ്ഞു നിർത്തിയത്? കാര്യമുണ്ട്. എനിക്ക് ചെമ്പകമംഗലത്തെ ഉടവാളിന്റെ ഡിസൈൻ ഒന്ന് വേണം. ഇതാണ് ചെമ്പകമംഗലത്തെ കോടികൾ വിലയുള്ള ഉടവാൾ. അത് ഈ ഫോണിലോട്ട് സെൻഡ് ചെയ്യേ. ഇന്ദ്രേച്ചി അയച്ചത് ആ ഉടവാളിന്റെ ഫോട്ടോ ആയിരുന്നു. ഇന്ദ്രേച്ചി, നീ ആ വാള് കണ്ടോ? ആ കണ്ടു. അതാണ് ചെമ്പകമംഗലത്തിരിക്കുന്ന ഒറിജിനൽ ഉടവാൾ. ഇന്ദ്രേച്ചി കണ്ടിട്ട് കണ്ണ് തള്ളിപ്പോയി. ആ കണ്ണ് തള്ളുവാണെങ്കിലേ നീ എത്രയും പെട്ടെന്ന് ഒരു ഐ സ്പെഷ്യലിസ്റ്റിനെ പോയി കാണും. നിനക്കേ മാരകമായിട്ടുള്ള കണ്ണ് രോഗം കാണും. തമാശ കളയച്ചി. അതെ, നീ എത്രയും പെട്ടെന്ന് ആ വാളിന്റെ മാതൃകയിൽ മുക്ക് പൂശിയ ഒരു ഡ്യൂപ്ലിക്കേറ്റ് ഉടവാൾ ഉണ്ടാക്കണം. അതായിരിക്കണം ഇനി ചെമ്പകമംഗലത്തെ അറയിൽ ഇരിക്കേണ്ടത്. അത് നമ്മൾ ഇങ്ങോട്ട് എടുക്കുമല്ലോ. എടുക്കണമെങ്കിലും വെക്കണമെങ്കിലും ഒക്കെ ചെമ്പകമംഗലത്തെ അറയുടെ താക്കോല് വേണ്ടേ? അതെങ്ങനെ കണ്ടെത്തും? ആ അത് കണ്ടെത്താനാണല്ലോ നിന്റെ ഭാര്യയെ നമ്മൾ അവിടെ പോസ് ചെയ്തിരിക്കുന്നത്. ചെമ്പകമംഗലത്തെ സ്വൈര്യം കെടുത്തുകയും വേണം ആ വാൾ അവിടെ നിന്ന് എടുക്കുകയും ചെയ്യണം. അതാണ് നിന്റെയും മൈഥിലിയുടെയും ജോലി. അത് ചെയ്യുന്നതിനാണ് കോടിക്കണക്കിന് രൂപയുടെ പ്രതിഫലം ഞാൻ നിങ്ങൾക്ക് തരുന്നത്. എന്താ മിണ്ടാതെ നിൽക്കുന്നത്? അവളോട് പോയി എത്രയും പെട്ടെന്ന് ആ നിലവറയുടെ താക്കോല് കണ്ടെത്താൻ പറ. ഇനി താമസിക്കരുത്. അതെ, ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം. എനിക്കുള്ള ഷെയർ കൃത്യമായിട്ട് എനിക്ക് തന്നേക്കണം. അതിനെന്താ സംശയം? കൂട്ടത്തിൽ നിൽക്കുന്നവരെ ചതിക്കുന്നവളല്ല മാധവ മന്ദിരത്തെ ഇന്ദ്രജ. ചതിക്കുന്ന അർത്ഥത്തിലല്ല ഞാൻ പറഞ്ഞത്. ഇതേ കോടികളുടെ കളിയാ. ചെമ്പകമംഗലത്തെ ഉടവാളിന്റെ കൃത്യമായ ഡിസൈൻ റിസീവറായ എന്റെ മാത്രമേ ഉള്ളൂ. നിങ്ങൾ ധൈര്യമായിരിക്കൂ മിസ്റ്റർ അനന്തഗോപൻ. നിങ്ങൾക്കുള്ള വീതം ഞാൻ തന്നിരിക്കും, അത് ഉറപ്പാ. ഓക്കെ മാഡം, എന്നാ ഞാൻ ഇറങ്ങട്ടെ. ശരി. ഇവൻ മഹാവിളച്ചിൽ പഠിച്ച സൂത്രശാലിയായ ഒരു കുറുക്കന് കടുവയായ എന്റെ അടുത്താ അവന്റെ കളി. ആരെയും മര്യാദയോട് കാണിക്കുന്നത് ചോദിച്ചിട്ട് തന്നെ കാര്യം. ഇവരെ എനിക്ക് പരിചയമുണ്ടല്ലോ. ചെമ്പകമംഗലത്തെ സാവിത്രി. നിങ്ങൾക്ക് എന്താ വേണ്ടത്? എന്നെ മനസ്സിലായി കാണുമല്ലോ. മനസ്സിലായി. മാഡം എന്തിനാ എന്നെ തടഞ്ഞു നിർത്തിയത്? കാര്യമുണ്ട്. എനിക്ക് ചെമ്പകമംഗലത്തെ ഉടവാളിന്റെ ഡിസൈൻ ഒന്ന് വേണം. ഡിസൈനോ?
ഫോൺ എടുക്കാത്തെന്താ? ഒരാവശ്യത്തിന് വിളിച്ച ഫോൺ എടുക്കുകയില്ല, നാശം. ഈ മൈഥിലി ഫോൺ വെച്ചിട്ട് എവിടെ നടക്കുവോ? കഷ്ടമായല്ലോ. തോൽപ്പിക്കാൻ ശ്രമിച്ച അങ്ങനെ തോറ്റു കൊടുക്കുന്നവളല്ല ഈ സാവിത്രി. അതിന്റെ വീട്ടുകാർക്ക് നന്നായിട്ട് അറിയാവുന്നതാ. എന്നിട്ടാ എന്റെ അടുത്തേ കളി. മോളെ, നീ എന്താ വിഷമിച്ച് നിൽക്കുവാണ്? ഓ, ഞാനിവിടെ വിഷമിച്ചാലെന്താ ചത്താലെന്താ? ആർക്കെന്ത് ചെയ്തം? ഹാ, ഇത്ര നാളും പൊന്നുപോലെ നോക്കി വളർത്തിയ അവളുടെ പെറ്റമ്മയോടായി തർക്കുത്തരം. കേക്ക്, നീയും കേക്ക്. ഹോ, നീ അവളുടെ മരുമകളാണല്ലോ, ഞാനത് ഓർത്തില്ല. ഹാ, എന്തും പറഞ്ഞോട്ടെ, ജീവിച്ചിരിക്കുമ്പോഴല്ലേ പെറ്റ തള്ളയുടെ മെക്കെട്ട് കയറാൻ പറ്റൂ. നടക്കട്ടെ. ഞാൻ ഒരു മെക്കിട്ട് കയറ്റത്തിന് വന്നില്ല. ഉള്ള കാര്യം പറഞ്ഞു എന്ന് മാത്രം. ഹാ, അത് നിക്കട്ടെ. എന്താ രാമഭദ്രന് ഇത്ര പണത്തിന്റെ ആവശ്യം? ആ, അതൊരു അത്യാവശ്യമായിരുന്നു. ആ സമയത്ത് ചോദിച്ചില്ലല്ലോ. ഇപ്പൊ കാശിന് ആവശ്യം എന്താണെന്ന് ഞാനും കൂടി ഒന്ന് അറിയട്ടെ. രാമേട്ടൻ ഒരു ബിസിനസ്സുകാരനല്ലേ. ബിസിനസ് ആകുമ്പോ ഉയർച്ചയും താഴ്ചയൊക്കെ ഒരുപോലെ ഉണ്ടാവും. പെട്ടെന്ന് ബിസിനസ്സിലൊരു തകർച്ച പറ്റി. നമ്മുടെ രാജ്യമല്ല UAE ഉഡായിപ്പ് കാണിക്കാൻ. വേഷം കെട്ട് കാണിച്ചാലേ അവര് പിടിച്ച് ജയിലിലിടും. എന്തായാലും സ്വന്തക്കാരെ കൈമലർത്തിയപ്പോ അന്യർ സഹായിച്ചു. ഒരു ഫ്രണ്ടിന്റെ കയ്യിൽ നിന്ന് കാശ് മേടിച്ച് ഞാൻ ആ കാര്യം പരിഹരിച്ചു. ഓഹോ, പരിഹരിച്ചോ? പിന്നെ പരിഹരിക്കാതിരിക്കാൻ പറ്റുമോ? രാമേട്ടൻ എന്റെ ഭർത്താവല്ലേ. അച്ഛനൊരു ആപത്തിൽപ്പെട്ട അമ്മ സഹായിക്കില്ലേ? കാർത്തി ഒരു കുഴപ്പത്തിൽപ്പെട്ട ഇവള് സഹായിക്കില്ലേ? ഏതായാലും ഒരു കാര്യത്തിൽ എനിക്ക് സന്തോഷമായി. നീ സ്നേഹസമ്പന്നയായ ഒരു ഭാര്യ തന്നെ. കളിയാക്കൊന്നും വേണ്ട. കളിയാക്കലത്തിന് കൂടുതലാണല്ലോ അമ്മയ്ക്കും അച്ഛനും. ഞാൻ തീ പിടിച്ച മനസ്സുമായിട്ട് ഒരു കാര്യം പറയാൻ അച്ഛന്റെ അമ്മയുടെ മുമ്പിൽ വന്നപ്പോ എന്റെ മനോനില മനസ്സിലാക്കാതെ എല്ലാവരുടെ മുമ്പിൽ വെച്ചൊരു കളിയാക്കലും. സന്ദർഭവും സാഹചര്യവും നോക്കി വേണം ഇത്തരം കാര്യങ്ങൾ ചോദിക്കേണ്ടത്. അക്കാര്യം നീ മറന്നുപോയി. മറന്നത് നിങ്ങളൊക്കെയാ, ഈ എന്നെ. പല അനുഭവങ്ങൾ കിട്ടിയിട്ടും ഞാൻ ഒന്നും പഠിച്ചില്ല. എന്നെ വേണം പറയാൻ. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.